ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്ന ക്ലർക്ക് എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് PSC അപ്ഡേറ്റ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെയും പ്രൊവിഷണൽ ആൻസർ കീയുടെ എല്ലാത്തിൻ്റെയും PDF അവൈലബിൾ ആണ്. നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. താഴെ കൊടുത്ത പ്രസ്താവനകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു, ശരിയാണ്. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി, അതും ശരിയാണ്. സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു, അതും ശരിയാണ്. തെറ്റായിട്ടുള്ളത് നാലാമത്തേതാണ്. 1930 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു, അത് തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? എല്ലാം ശരിയാണെന്നുള്ളതാണ് ഉത്തരം വരുന്നത്. 1939 KPCC പ്രസിഡൻ്റായിരുന്നു. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അൽ അമീൻ പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു. ഫോർവേഡ് ബ്ലോക്കിൻ്റെ കേരള ഘടകം പ്രസിഡൻറ്റുമായിരുന്നു. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റലിൻ്റെ പതനം, റൂസോ സാമൂഹ്യ കരാറ്, സന്യാസൻ റഷ്യൻ വിപ്ലവം. ഏതാണ് തെറ്റായിട്ടുള്ളത്? സന്യാസന് റഷ്യൻ വിപ്ലവമല്ല, ചൈനീസ് വിപ്ലവമാണ്, അതാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. 3 മാത്രം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 സ്ഥാപിച്ചു, ശരിയാണ്. താഴെ കൊടുത്ത പ്രസ്താവനകൾ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? മിറാത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു, ശരിയാണ്. ആത്മീയ സഭ സ്ഥാപിച്ചു, അതും ശരിയാണ്. തുഹഫത്തുൽ മുഹിദ്ദീൻ എന്ന ഗ്രന്ഥം എഴുതി, അതും ശരിയാണ്. സമ്പാദ കൗമുദി എന്ന വാരിക തുടങ്ങി. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണെന്നുള്ളതാണ് ഉത്തരം. താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഗണനാക്രമം എഴുതുക. ഇതിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം, പിന്നീട് വരുന്നത് വൈക്കം സത്യാഗ്രഹം, പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹം, ദെൻ ക്ഷേത്രപ്രവേശന വിളംബരം. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. താഴെ കൊടുത്തവയിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. നീലദർപ്പൺ ദീനബന്ധു മിത്ര, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഗ്രാനൈറ്റ് ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? ഗ്രാനൈറ്റ് ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ്. ഗ്രാനൈറ്റ് ഏത് ശിലയ്ക്ക് ഉദാഹരണമാണ്? ഗ്രാനൈറ്റ് ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ്. ഇന്ദിരാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ഇന്ദിരാവതി, ശബരി. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ദേശീയ ജലപാത 3, വാട്ടർവേ നമ്പർ 3. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ്. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൺ. ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരെന്ത്? ലഘൂകരണം. ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏത്? പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് വരുമാന നികുതി. നബാർഡ് സ്ഥാപിതമായ വർഷം 1982. ഇപ്പോഴത്തെ ലോക ബാങ്കിൻ്റെ പ്രസിഡന്റ് അജയ് ബംഗ. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം 1881. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടിക്കൾച്ചർ. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടിക്കൾച്ചർ. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചികയാണ് ആഗോള രോഗഭാരം. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നതാണ് ആഗോള രോഗഭാരം. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം തിരഞ്ഞെടുപ്പ് പരിഷ്കരണം. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം തിരഞ്ഞെടുപ്പ് പരിഷ്കരണം. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. ജീവനോപാധികൾ തേടാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. മുകളിൽ കൊടുത്ത പ്രസ്താവനകൾ ശരിയായതേത്? 1ഉം 2ഉം ശരി.
ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഭരണഘടനയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെൻ്ററി കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്, എസ്റ്റിമേറ്റ് കമ്മിറ്റി. സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് പാർലമെൻറ്റ് സമുച്ചയ നിർമ്മാണം. സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നതിനാണ് പാർലമെൻറ്റ് സമുച്ചയ നിർമ്മാണം. ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി തുങ്കൻ കമ്മിറ്റി. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് കരുത്ത്. കരുത്തെന്താണ്? പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. താഴെ പറയുന്നതിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. അത് രണ്ടും ശരിയാണ്. ഓപ്ഷൻ ബി 1, 2 മാത്രം ശരി. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? പരിസ്ഥിതി വകുപ്പ് മന്ത്രി. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ്. ഓപ്ഷൻ സി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണരായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിന് തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിനുണ്ട്? ഓപ്ഷൻ സി 15 ദിവസത്തിനകം. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് പൃഥ്വിരാജ്. താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ശരിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. അതും ശരിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ അത് നേരത്തെ ഉള്ളത് അതായിരിക്കും. അപ്പോൾ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി. മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം താഴെ പറയുന്നതിൽ ഏതു വിഭാഗത്തിൽ പെടുന്നു? സ്പോറോസോവ. പ്ലാസ്മോഡിയം പെടുന്ന വിഭാഗം സ്പോറോസോവ. 35ാമത്തെ ക്വസ്റ്റ്യൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപ്പാദനം തകരാറിലാകുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി അടുത്തത് 37ാമത്തെ ക്വസ്റ്റ്യനാണ്. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കഗോൺ. 38. സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവയിൽ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് അക്രോമെഗലി. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എപ്പോൾ? നവംബർ 14. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാം. സൈലന്റ് സ്പ്രിംഗ് എന്ന പ്രസിദ്ധ പുസ്തകം രചിച്ചത് റേച്ചൽ കാഴ്സൺ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിലൂടെ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന കർഷണബലമാണ് വിസ്കസ് ബലം. വാഹനങ്ങൾ റിയർവ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം. താഴെ തന്നിട്ടിരിക്കുന്നവയിൽ സ്ഥിതികോർജ്ജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക. അമർത്തിയ സ്പ്രിങ്, ഡാമിൽ സംഭരിച്ചിട്ടുള്ള ജലം. ഓപ്ഷൻ ബി ആണ് വരുന്നത്. സ്ഥിതികോർജ്ജവുമായി ബന്ധപ്പെട്ടത് അമർത്തിയ സ്പ്രിങ്, ഡാമിൽ സംഭരിച്ചിട്ടുള്ള ജലം. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര്? ഓപ്ഷൻ ബി പുഷ്പക്. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് പുഷ്പക്. ഇതിൽ ഏതാണ് ISROയുടെ ആദ്യ സൗരദൗത്യം? ആദിത്യ L1. ഇന്ത്യയിൽ ഏതാണ് ISROയുടെ ആദ്യ സൗരദൗത്യം? ആദിത്യ L1. 47ാമത്തെ ക്വസ്റ്റ്യൻ. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം കുറയുന്നു.
ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം കുറയുന്നു. അമോണിയം സൾഫേറ്റ്, അസിഡിക് ലവണം. നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡാണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? കഫീൻ. താഴെ പറയുന്നതിൽ ഏതാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത്? ജലം ഐസാകുന്ന പ്രക്രിയ. വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഒരു ഉദാഹരണമാണ്? ബോയിൽ നിയമം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് നോവലിലാണ് അല്ലാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രമുള്ളത്? ഖസാക്കിൻ്റെ ഇതിഹാസം. മാധവ് ഗാഡ്ഗിലിൻ്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ഡോക്ടർ MS സ്വാമിനാഥൻ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവനന്തപുരം സെൻട്രൽ. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൽ 3-ാം സ്ഥാനത്ത് വന്ന രാജ്യമാണ് ജപ്പാൻ. തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യ പത്രമാണ് കേരള ചന്ദ്രിക. സംസ്ഥാന കായിക ദിനം ഏതാണ്? ഒക്ടോബർ 13. സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. കമ്പ്യൂട്ടർ ഉപയോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 60ാമത്തെ ക്വസ്റ്റ്യനാണ്. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന 2 നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ഡി ഗേറ്റ്വേ. കൂട്ടത്തിൽ ചേരാത്തത് തിരഞ്ഞെടുക്കുക. സഫാരിയാണ് വരുന്നത്. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേരാണ് ഇ-സേവനം. IT ആക്ട് 2000 സെക്ഷൻ 66F എന്തിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു? സൈബർ ഭീകരത. 2005 വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതിനുള്ള മറുപടി നൽകേണ്ടുന്ന സമയപരിധി എത്രയാണ്? അത് അപേക്ഷ ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്. അടുത്തത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലിലുള്ള പരാതി തീർപ്പാക്കേണ്ടുന്ന സമയപരിധി എത്രയാണ്? 5 മാസം. താഴെ കൊടുത്തിരിക്കുന്ന ഏത് നിയമങ്ങളുടെ വകുപ്പിൽപ്പെട്ടതാണ്? ഗാർഹിക പീഡനത്തിനിരയായവരുടെ പങ്കാളിയുടെ വീട്ടിൽ നിന്നും ഇറക്കിവിടൽ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായി ലഭിക്കുന്ന പരിരക്ഷയാണ് നിയമം പ്രദാനം ചെയ്യുന്നത്. ഗാർഹിക പീഡനത്തിനിരയായവരുടെ ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചെന്നോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുന്നതിനെ വിലക്കാം. ഇത് പറയുന്നത് ഗാർഹിക പീഡന നിരോധന നിയമത്തെ പ്രകാരമാണ് വരുന്നത്. സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഇതാണ് വരുന്നത്. അതായത് ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. അതായത് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമാണിതെല്ലാം. അപ്പം ഒന്നും കൂടി നോക്കാം. പങ്കാളിയുടെ വീട്ടിൽ നിന്നും ഇറക്കിവിടൽ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായി ലഭിക്കുന്ന പരിരക്ഷയാണ് നിയമം പ്രദാനം ചെയ്യുന്നത്. അതാണ് ഗാർഹിക പീഡന നിരോധന നിയമം. ഗാർഹിക പീഡനത്തിനിരയായവരുടെ ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചെന്നോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുന്നതിനെ വിലക്കാം. അതും അതിൻ്റെ ഗാർഹിക പീഡന നിരോധന നിയമമാണ്. ഗാർഹികാതിക്രമങ്ങൾക്കിരയാകുന്നവരെ സഹായിക്കുകയോ അഭയം നൽകുകയോ ചെയ്യുന്ന ബന്ധുക്കളെയോ മറ്റുള്ളവരെയോ പീഡിപ്പിക്കുന്നതിൽ നിന്നും എതിർകക്ഷിക്ക് കോടതിയെ വിലക്കാം. പരാതിക്കാരിക്ക് നിയമപരമായി അവകാശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയും താമസിക്കുന്നതിൽ ശല്യം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ വിലക്ക് ഉത്തരവിടാൻ ഈ നിയമപ്രകാരം മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. ഇത് ഏതെങ്കിലും പരിധിയിൽ വരുന്നു? ഗാർഹിക പീഡന നിരോധന നിയമം. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്പെഷ്യൽ കോടതികളിൽ വെച്ചാണ് വിചാരണ നടത്തേണ്ടത്. ശരിയാണ്. കുട്ടികളുടെ പോർണോഗ്രാഫിക് ദൃശ്യങ്ങൾ കാണുന്നത് കുറ്റകരമാണ്. അതും ശരിയാണ്. കുട്ടികളുടെ തെളിവ് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ കോടതി ആ കുറ്റകൃത്യം നടപടിക്കെടുത്ത് 45 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതും അത് വൈകുന്നുവെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതി രേഖപ്പെടുത്തേണ്ടത് തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ അവരുടെ സംരക്ഷണ ചുമതലയുള്ളവരിൽ നിന്നായാൽ ശിക്ഷയുടെ കാഠിന്യം കൂടും. അത് ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി. 68ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏത് നിയമത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ്? ആൻസർ വരുന്ന പട്ടികജാതി പട്ടികവർഗ ഭേദഗതി നിയമമാണ് 2018.
അപ്പോൾ ഇതിൽ 2018 പട്ടികജാതി പട്ടികവർഗ ഭേദഗതി നിയമം പറയുന്നത് എന്തൊക്കെയാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്ന നിയമമാണ് 2018 പട്ടികജാതി പട്ടികവർഗ ഭേദഗതി നിയമം. ആക്ട് പ്രകാരം പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ല. കൂടാതെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുന്നു. ഇതെല്ലാം 2018 പട്ടികജാതി പട്ടികവർഗ ഭേദഗതി നിയമപ്രകാരമാണ് വരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ അതായത് OCR എന്താണ്? OCR എന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റുകളിൽ നിന്ന് അച്ചടിച്ചതും കയ്യെഴുത്തുള്ളതുമായ അക്ഷരങ്ങൾ യാന്ത്രികമായി വേർതിരിച്ചെടുത്ത് മെഷീൻ എൻകോഡഡ് ടെക്സ്റ്റിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ സങ്കേതമാണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ജനസംഖ്യാടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ സീറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 5 വർഷമാണ് കാലാവധി. ഇതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ ഉത്തരം എഴുതുക. ഇതിൽ ആൻസറായിട്ട് വരുന്നത് മൂന്നാമത്തത് ശരിയല്ല എന്നുള്ളതാണ്. മൂന്നാമത്തത് ഏതാണ്? ലോക്സഭയിലെ ആകെ അംഗസംഖ്യ 540 ആണ്. 540 പേര് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. മറ്റ് 5 പേര് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്ന് രാഷ്ട്രപതി നാമനിർദ്ദേശം വരുന്നത്. അത് തെറ്റാണ്. തെറ്റായിട്ടുള്ളതാണ് ശരിയല്ലാത്തതാണ്. മൂന്നാമത്തത് ശരിയല്ല എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഇനി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരാൾ 3000 രൂപ 12% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നെങ്കിൽ 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന തുക 3720. 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം 1:2 ആണെങ്കിൽ അവയുടെ ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം എത്രയാണ്? 1:4. SLC പരീക്ഷയിൽ 11 കുട്ടികളുടെ മാർക്ക് ഇങ്ങനെ തന്നിരിക്കുന്നു. അയാൾ മാർക്കുകളുടെ മീഡിയൻ എത്ര? ഓപ്ഷൻ സി 28. ഒരു ക്ലോക്കിൽ സമയം 8:20 PM കാണിക്കുന്നു എങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് 130 ഡിഗ്രി. 12 + 17 - 12 × 3 + 72 /8. ഓപ്ഷൻ സി 36. ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്ക് എങ്ങനെ ZKLWH എന്നും ബ്ലാക്കിനെ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ഡി EODFN. ഒറ്റയാനെ കണ്ടെത്തുക. 59, 73, 87, 47. ഏതാ വരുന്നത്? 87. രാമു തൻ്റെ ഓഫീസിൽ നിന്ന് കിഴക്കോട്ട് 40 മീറ്റർ നടക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 8 മീറ്റർ നടന്നു. ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 25 മീറ്റർ നടന്നു എങ്കിൽ രാമു തൻ്റെ ഓഫീസിൽ നിന്ന് എത്ര മീറ്റർ അകലെയാണ്? ഓപ്ഷൻ സി 17 മീറ്റർ. ഒരു ക്യൂബിൽ ദീപ പിന്നിൽ നിന്ന് 9ാമതും മുന്നിൽ നിന്ന് 7ാമതുമാണെങ്കിൽ എത്ര പേർ ക്യൂബിലുണ്ട്? ഓപ്ഷൻ എ 15. ഇതിൻ്റെ ആൻസർ 18ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 480. Fill in the blank using the appropriate form of the verb. Usually they play cricket but now they dash football. They are playing football. Select the appropriate questioning. They rarely visit us. Rarely വരുമ്പോൾ നോട്ട് വരത്തില്ല, അതുകൊണ്ട് do they. Select the suitable phrasal verb. The proposal was dash due to lack of funds. Proposal was turned down. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഐ തിങ്ക് ദ മാനേജർ ഈസ് ഡ്രാഗിങ് ഹിസ് ഫീറ്റ് ഇൻ ദ കേസ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. മാനേജർ ഈസ് ആക്ടിങ് സ്ലോലി ഇൻ ദിസ് കേസ് because he does not want to do it. Complete the sentence using the correct option. If I had car, I would drop you at the bus stop. Which among the following is a synonym of the word disposition? Character. ഡിസ്പൊസിഷൻ്റെ മീനിങ് എന്താണ്? ക്യാരക്ടർ. 97th ക്വസ്റ്റ്യൻ. രാജീവ് ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. രാജീവ് ഈസ് ടോളർ ദാൻ ഓൾ അതർ ബോയ്സ് ഇൻ ദ ക്ലാസ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. എ ഗ്രൂപ്പ് ഓഫ് സോൾജർ ഈസ് കോൾഡ് ട്രൂപ്പ്. പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. സിൽഹൗട്ടെ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. Change into indirect speech. Rita asked Ramesh, do you know the answer? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. Rita asked Ramesh whether he knew the answer. വിപരീത പദം എഴുതുക. ശുദ്ധം, അശുദ്ധം. ഓപ്ഷൻ ബി. കൂടിച്ചേരാനുള്ള സ്ഥലം എന്ന അർത്ഥം വരുന്ന വാക്ക് സംഗമവേദി. ഓപ്ഷൻ സി. ചേർത്ത് എഴുതുക. സത് പ്ലസ് ഭാവം സദ്ഭാവം. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ശരിയായ ജോഡി എഴുതുക. തോഴി, ആളി, സഖി. ഓപ്ഷൻ എ. എതിർലിംഗം എഴുതുക. ലേഖകൻ, ലേഖിക. ഓപ്ഷൻ ബി. ഒറ്റപ്പദം എഴുതുക. ക്ഷമിക്കാൻ പറ്റാത്തത്, അക്ഷന്തവ്യം. ഓപ്ഷൻ സി. പിരിച്ചെഴുതുക. മരങ്ങൾ, മരം പ്ലസ് കൾ. ഓപ്ഷൻ ഡി. ശരിയായ പദം എഴുതുക. അതിഥി. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. വിത്ത് ഗുണം 10 ഗുണം എന്ന ചൊല്ലിന് യോജിക്കുന്നത് ഏത്? പൈതൃകത്തിൻ്റെ ഗുണം മക്കളിൽ ഉണ്ടാകും. Too many cooks spoil the broth. ഏതാണ്? ആള് കൂടിയാൽ പാമ്പ് ചാകില്ല. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.